പ്രശസ്ത നടിയും അവതാരകയുമായ കസ്തൂരി ശങ്കർ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. തമിഴ്, മലയാളം, തെലുങ്ക് ഭാഷകളിൽ നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച കസ്തൂരി 1990കളിൽ ശ്രദ്ധേയമായ അഭിനേതാക്കളിൽ ഒരാളായി തമിഴ് സിനിമാ ലോകത്ത് ശ്രദ്ധ നേടുകയായിരുന്നു. മലയാളത്തിൽ അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന സിനിമയിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. അടുത്തിടെ നടത്തിയ വിദ്വേഷ പ്രസംഗമാണ് നടിയെ ജയിലിൽ എത്തിച്ചിരിക്കുന്നത്. തെലുങ്കരെ അപമാനിച്ച് നടത്തിയ പരാമർശത്തെ തുടർന്ന് ചെന്നൈ പോലീസ് നടിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കസ്തൂരി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളി. തുടർന്ന് നടി ഒളിവിൽ പോവുകയുണ്ടായി. തന്ത്രപരമായ രീതിയിലാണ് പോലീസ് നടിയെ അറസ്റ്റ് ചെയ്തത്. ഹൈദരാബാദിൽ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു നടി. എഗ്മോർ പോലീസ് സമൻസുമായി കസ്തൂരിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് നടി മുങ്ങിയ വിവരം പോലീസ് അറിയുന്നത്. നടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. തുടർന്ന് നടിയെ കണ്ടുപിടിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. അവരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ നടി ഹൈദരാബാദിലേക്ക് കടന്നെന്നും പ്രശസ്ത നിർമ്മാതാവിന്റെ വീട്ടിലുണ്ടെന്നും വിവരം ലഭിച്ചു. അതിനെ തുടർന്ന് നടി കഴിഞ്ഞിരുന്ന ഹൈദരാബാദിലെ വീട്ടിലെ ജോലിക്കാരെ കണ്ടെത്തി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. നടി വീട്ടിലുണ്ടെന്നും പുറത്തിറങ്ങാറില്ലെന്നും ജോലിക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഹൈദരാബാദിൽ നിന്ന് നടിയെ ചെന്നൈയിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. മെഡിക്കൽ പരിശോധന അടക്കം പൂർത്തിയായ ശേഷം എഗ്മോർ കോടതിയിൽ ഹാജരാക്കി. തന്റെ കുട്ടിയെ നോക്കാൻ മറ്റാരുമില്ലെന്നും റിമാൻഡ് ചെയ്യരുതെന്നും കസ്തൂരി വാദിച്ചെങ്കിലും 29-ാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മുൻകൂർ ജാമ്യാപേക്ഷയെ തുടർന്ന് വിമർശനങ്ങളുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. വിദ്വേഷ പ്രസംഗം നടത്തിയിട്ട് ക്ഷമാപണം നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് കോടതി വിമർശിച്ചു. ഇതോടെയാണ് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് ഊർജിതമാക്കിയത്. ബ്രാഹ്മണർക്കെതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിഷേധിച്ച് ചെന്നൈയിൽ നടത്തിയ യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു കസ്തൂരിയുടെ ഈ വിവാദ പരാമർശം. തമിഴ്നാട്ടിലുള്ള തെലുങ്കർ പണ്ട് രാജാക്കന്മാരുടെ അന്തപുരത്തിൽ ദാസ്യവിലയ്ക്ക് വന്നവരാണെന്നും ഇവർ ഇപ്പോൾ തമിഴരാണെന്ന് അഭിമാനിക്കുന്നു എന്നായിരുന്നു കസ്തൂരിയുടെ പരാമർശം. ഇതിനു പുറമെ അമരൻ എന്ന സിനിമയിൽ മേജർ മുകുന്ദ് ത്യാഗരാജൻ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് കാണിച്ചില്ലെന്നും കസ്തൂരി പറഞ്ഞു. ഇതിനെതിരെ വ്യാപക വിമർശനം ഉയരുകയും തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി ലഭിക്കുകയും ഉണ്ടായി. തുടർന്ന് എഗ്മോർ പോലീസ് കേസെടുക്കുകയാണ് ഉണ്ടായത്.